സത്യത്തിൽ കേരള രാഷ്ട്രീയം ഒരു വല്ലാത്തൊരു വൾഗാരിറ്റിയായി മാറിക്കൊണ്ടിരിക്കും. അത് രാഹുൽ മങ്കടത്തിനെതിരെയുള്ള അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ഷൈൻ ടീച്ചർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളാവട്ടെ, ആർക്കെതിരെയുള്ള ആരോപണങ്ങളായാലും കേരള രാഷ്ട്രീയം ഇങ്ങനെ ഈ ലൈംഗിക ആരോപണങ്ങളിൽ ചുറ്റും വട്ടം കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ അപജയമാണിത്? അതായത് കേരളത്തിൽ കത്തിപ്പടരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുന്നണിയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ, ഒരു മുന്നണിയെ ജനമധ്യത്തിൽ താറടിക്കണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെട്ട ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം വന്നാൽ മതി. പിന്നെ അതേ പിടിച്ചു കയറി സോഷ്യൽ മീഡിയയിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിട്ട് കത്തിച്ച് അവരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു CPM MLA-ക്കെതിരെയും മുമ്പ് മത്സരിച്ച ഒരു CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വനിതാ നേതാവിനെതിരെയാണ് ഈ ആരോപണം. അതിപ്പോ അത് തുറന്ന് അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇത് വെറും ഊഹാപോഹമാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ്, ഇത് കോൺഗ്രസ് നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് വിരോധം തീർക്കാൻ വേണ്ടി അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ തങ്ങളെ കരുക്കളാക്കിയത് എന്നാണ് അവരുന്നയിക്കുന്ന വാദം. മാത്രമല്ല, അവർ പറഞ്ഞ് അവർ രംഗത്ത് വന്നതിലും അത് ശക്തിയുക്തം നിഷേധിച്ചതിലും എന്ത് തെളിവാണുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച് ചോദ്യം ചെയ്യുന്നത് എന്ന എന്റെ സ്വഭാവത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. എന്നിട്ട് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ശക്തിയുക്തം നിഷേധിച്ച് ചോദ്യശരങ്ങൾ ചെയ്യുന്ന ടീച്ചറുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷെ അവിടെ ടീച്ചർക്ക് പറ്റിയ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ അത് കൊണ്ടുവന്ന് എത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ഇതിൽ പങ്കുണ്ടെന്നാണ്. ടീച്ചർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്ന ടീച്ചർ VD സതീശനെ ഇതിനകത്ത് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളൊരു ഒരു മറുചോദ്യം വരുന്നുണ്ട്. ആകെപ്പാടെ ടീച്ചർക്ക് പറയാൻ പറ്റുന്ന കാര്യം ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞത് VD സതീശൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ, അത് ബോംബ് പൊട്ടാനുണ്ടെന്നല്ല, എല്ലാവർക്കും എതിരെ ആരോപണങ്ങൾ വരാനുണ്ടെന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളാണ് അത് ബോംബായിരിക്കും എന്ന രീതിയിൽ ചിത്രീകരിച്ചതും അങ്ങനെ ഒരു പ്രയോഗമൊക്കെ വരുത്തിയത്. പക്ഷെ അത് തന്നെ കുറിച്ച് അതിന്റെ ഇരയാണ് താനെന്ന രീതിയിൽ ടീച്ചർ പറയുമ്പോൾ VD സതീശന് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതിന് എന്ത് തെളിവാണ് ടീച്ചർക്കുള്ളത്? ടീച്ചർക്കെതിരെയുള്ള ആരോപണത്തിന് തെളിവില്ലാത്ത പോലെ തന്നെ VD സതീശന് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ആകെപ്പാടെ ടീച്ചർക്ക് പറയാൻ കഴിയുന്നത് പറവൂർ സ്വദേശിയെ VD സതീശന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാള് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഞാൻ വേറൊരാൾ ചെയ്ത പോസ്റ്റ് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചു എന്നല്ലാതെ ഞാൻ ടീച്ചർക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഞാൻ ഒരു പോസ്റ്റ് വിട്ടിട്ടില്ല, ഞാനൊരു പോസ്റ്റ് കണ്ടത് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പറവൂരിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ നേതാക്കൾ, ശ്രീമതി ടീച്ചറും സതീ ദേവിയും ഒക്കെ ഇങ്ങനെ പല പോസ്റ്റുകൾ ഷെയർ ചെയ്ത് പുലുവാല് പിടിച്ചിട്ടുണ്ട്. അവർ പിന്നീട് അത് വിഷദിക്കുകയും ഇട്ടിട്ട് ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല, യഥാർത്ഥത്തിൽ പരസ്പര ആരോപണം ഉന്നയിക്കുമ്പോൾ ശക്തി കിട്ടാൻ വേണ്ടി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ടീച്ചർക്കെതിരെ വന്ന ആരോപണത്തെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. തെളിവില്ലാതെ ഒരു സ്ത്രീക്കെതിരെയും ഒരു എന്താ പറയാ അവരാകപ്പെടെ ചെയ്യുന്ന തെറ്റ് പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്നു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, അവര് പബ്ലിക് ഡൊമൈനിലുണ്ട് എന്നുള്ളത് കവിഞ്ഞ് വേറെ എന്താ തെറ്റ് അവർ ചെയ്യുന്നത്? അങ്ങനെ പൊതുമധ്യത്തിലെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന സ്ത്രീകളെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, പൊതുപ്രവർത്തനം നടത്തുന്ന, മറ്റേതെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കേരള സമൂഹത്തിൽ ഏത് സ്ത്രീക്കാണ് ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങാൻ പറ്റുന്നത്? അപ്പൊ സ്ത്രീകൾ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ആ ആരോപണത്തിന്റെ കുന്തമന അല്ലെങ്കിൽ അതില് സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളെ അതിനകത്തേക്ക് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നുണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് ടീച്ചറോടും പറയാനുണ്ട്. കാരണം നമുക്കെതിരെ തെളിവില്ലാത്ത പോലെ തന്നെ ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയാൻ എന്ത് തെളിവാ ഉള്ളത്? അപ്പോ മാത്രമല്ല, ഇതിനകത്തൊരു യുക്തിയുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും നടപടി എടുത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്ന, ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന വ്യക്തിയാരാ? ഈ പറഞ്ഞ VD സതീശൻ. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം അല്ലെങ്കിൽ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർക്കെതിരെയുള്ള ഒരു ആരോപണം ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഉള്ള ആരോപണം അല്ലെങ്കിൽ നടപടിയെ നീതീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുമോ? എന്താ അതിന്റെ ഒരു യുക്തി? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിയുന്നത് എനിക്ക് തോന്നുന്നത് VD സതീശന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം അതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നതിൽ എത്രയോ കൂടുതലാണ് കോൺഗ്രസിന് വേണ്ടിയുള്ള സൈബർ സംഘങ്ങൾ, വെട്ടുകിളികൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത്. അപ്പൊ അതുമായിട്ടൊരു യുക്തിയില്ല. നമ്മൾ കോമൺ സെൻസോട് കൂടി വേണം കാര്യങ്ങളെ കാണാൻ.
അതായത് മറ്റാരെങ്കിലും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ അതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഇതിനകത്ത് ബന്ധിപ്പിക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പിടിക്കുകയല്ല. എന്റെ പ്രധാന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അത് ആർക്കെതിരെയായാലും യഥാർത്ഥ തെളിവുകളില്ലാത്ത ആരോപണങ്ങളിലൂടെ വ്യക്തികളെ തേജോവധം ചെയ്ത്, പ്രത്യേകിച്ച് സ്ത്രീകളെ തേജോവധം ചെയ്ത് അവരെ സമൂഹ മധ്യത്തിൽ വല്ലാതെ നാണം കെടുത്തുന്ന അവരുടെ ഇമേജ് മുഴുവൻ നഷ്ടപ്പെടുത്തി സംശയത്തിന്റെ മുനയിലാക്കുന്നത് കേരളത്തിലെ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉദ്ബുദ്ധരെന്ന് പറയുന്ന, പ്രബുദ്ധരെന്ന് പറയുന്ന കേരള സമൂഹത്തിന് വലിയ നാണക്കേടാണ്. ഇത്തരം രാഷ്ട്രീയം ഇന്ത്യയിലും മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഏറ്റവും കൂടിയ അളവിൽ ഈ സൈബർ സാധ്യതകൾ മുതലെടുത്ത് വെട്ടുകിളിക്കൂട്ടങ്ങളായി ആരെയും എവിടെയും ഇട്ട് കൊത്തിക്കീറുന്ന എന്താ പറയാ ഒരവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം മാറുക എന്ന് പറയുന്നത് വലിയൊരു നാണക്കേടാണ്, വലിയൊരു ട്രാജിക് ദുരന്തമാണ് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇനിയെങ്കിലും ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു സംയമനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരവസരം കിട്ടുമ്പോഴേക്കും അഞ്ഞടിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നതാണ് ഇതിന് കാരണം. അത് ഉപയോഗിക്കാൻ യൂട്യൂബർമാരും ചാനലുകളും മത്സരിക്കുക കൂടി ചെയ്യുമ്പോൾ പിന്നെ അതൊരു സമൂഹ ഉന്മാദമായി മാറുകയാണ്. ഇത്തരം ഉന്മാദങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്, ഇത് ഇരയാകുന്നവർ മനുഷ്യരാണ്. അവർ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണെങ്കിൽ അത്തരം മനുഷ്യരുടെ ജീവിതമാണ് പിച്ചിക്കീറുന്ന. അവർ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് അവരോടും അവരുടെ കുടുംബത്തോടും അവരോട് ബന്ധപ്പെട്ടവരോടും പറയാനുള്ളത്? അതുകൊണ്ട് ഈ തീക്കളിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.